ശ്രീ അനിൽ ബോസ്, കോൺഗ്രസിന്റെ ഈ രീതിയിലുള്ള പെരുമാറ്റം അത് സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ഒരു അപ്രമാദിത്വം കാണിക്കുന്നു എന്നുള്ളത് ഈ സമീപകാല സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഒരു ഭിന്നത എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. അത് തല്ലിപ്പിരിയുമോ എന്നുള്ളതൊന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അതത്ര നിസ്സാരമായ ഒന്നല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീ അനിൽ ബോസ്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ ചർച്ച ചെയ്തതും പറഞ്ഞതുമൊക്കെ എന്താണെന്ന് മഞ്ജുഷ് ഓർക്കുന്നുണ്ടോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഓർക്കുന്നുണ്ടോ? ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന ഒരു രൂപീകൃത സംവിധാനം ഉണ്ടാകില്ല. മമത രാഹുൽ ഗാന്ധി അംഗീകരിക്കില്ല. മറ്റ് കക്ഷികൾക്കൊന്നും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ വാദപ്രതിവാദങ്ങളും കോലാഹലങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൻ്റെ മുൻപ് നിങ്ങൾ ഉണ്ടാക്കിയത്? എന്തൊക്കെ കോലാഹലങ്ങൾ! എന്തായിരുന്നു സ്ഥിതി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിൽ ഇന്ത്യ സഖ്യം വളരെ കൃത്യമായ നിലപാടുകളുമായി നിന്നു. വലിയ പോരാട്ടം സംഘടിപ്പിച്ചു. ആ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ 241 പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്. 31 പേരോടുണ്ടെങ്കിൽ ഗവൺമെൻറ് മാറും. മഞ്ജുഷ കൃത്യമായി കണക്കൊന്ന് പരിശോധിക്കുക. പിന്നെ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികളുടെ സമ്മിശ്ര രൂപമാണ് ഇന്ത്യ സഖ്യം. കേരളത്തിൽ ഞങ്ങൾ CPM-മായി നേർക്കുനേർ മത്സരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ആം ആദ്മി പാർട്ടി ഞങ്ങൾ നേർക്കുനേർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചതാണ്. പഞ്ചാബിൽ ഇല്ലേ? പഞ്ചാബിലെ 13 സീറ്റിലും ഞങ്ങൾ നേർക്കുനേർ മത്സരിച്ച് ജയിച്ചാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതിനർത്ഥം ഞങ്ങൾ യോജിക്കാതിരുന്നോ? യോജിക്കേണ്ട മേഖലകളിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുമെന്നേ. വ്യത്യസ്തമായ പാർട്ടികളും പ്രത്യയശാസ്ത്രങ്ങളും ആകുമ്പോൾ വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് അദാനി വിഷയം രാജ്യം ആകുലതയോടുകൂടി നാക്കി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ലോകത്തിൻ്റെ മുൻപിൽ ന്യൂയോർക്ക് കോടതി അടക്കം ഏറ്റവും വലിയ കൊള്ള നടത്തുന്നു എന്ന് കണ്ടെത്തി കേസെടുത്തിരിക്കുന്ന അദാനിക്കെതിരെ പാർലമെൻറ്റിൽ ഭയമില്ലാതെ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ രാഹുൽ ഗാന്ധി കരുത്ത് കാണിക്കുമ്പോൾ ചില നേതാക്കൾക്ക് പരിമിതികളുണ്ടാവും. ചില പാർട്ടികൾക്കും അവർ വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കും. പണത്തിനും ഇതേ പരുന്തും പറക്കില്ല എന്നുള്ളൊരു പഴമൊഴി അന്വർത്ഥമാക്കിക്കൊണ്ട് പല ആളുകൾക്കും വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ടാവും. പക്ഷെ കോൺഗ്രസ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നേരിടാൻ പര്യാപ്തമായ ഒരു മുന്നണിയല്ല. 241 എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയാണ് ശ്രീ അനിൽ ബോസ്. അതുവഴി വേണമെങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ NDA സർക്കാരിനെ താഴെ ഇറക്കാൻ പോലും കഴിയുന്ന ഒരു ശക്തിയാണ് അത്. പക്ഷേ ഇവിടെ കാണുന്നത് അതല്ല. താങ്കൾ പറഞ്ഞ പോലെ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നുള്ള പഴമൊഴി സത്യമാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അദാനി വിഷയത്തിൽ മറ്റു പാർട്ടികൾ എതിർപ്പ് പറയുകയാണ്. അവർക്ക് ആ വിഷയം ഉന്നയിക്കുവാൻ താല്പര്യമില്ല. അദാനി വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് കോൺഗ്രസ് പാർലമെന്റിൽ ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിന് അതിന്റെ അർത്ഥം ഇന്ത്യ മുന്നണിയിൽ യോജിപ്പില്ല എന്നത് തന്നെയാണല്ലോ. അത് വെറുമൊരു തർക്കമല്ല, അത് പൊട്ടിത്തെറിയിലേക്ക് പോകാവുന്ന ഒന്നാണ്. അല്ലല്ല, ഒന്നുമല്ല. അങ്ങനെ ന്യൂസ് 18-നോ അല്ലെ BJPക്കോ BJPയുടെ സ്തുതിപാഠകർക്കോ അങ്ങനെ ചില താല്പര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. ഇന്ത്യ സഖ്യത്തിലെ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെന്ന് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഒന്നും സംഭവിക്കാനില്ല. ഒരു കാര്യവും സംഭവിക്കാനില്ല. മമതാ ബാനർജിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലെന്നേ നിങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. മമതാ ബാനർജിയുടെ പിൻബലത്തിലല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നാമത്തെ പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്ക് അവകാശപ്പെട്ട പ്രതിപക്ഷ നേതാവ് സ്ഥാനമൊന്നും ഇന്ത്യ സഖ്യത്തിൽ ആരേതെങ്കിലും കൺവീനർ ആകുമോ വൈസ് ചെയർമാൻ ആകുമോ ചെയർമാൻ ആകുമോ ഒന്നും ചെയ്താലൊന്നും രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടമാകില്ല. അത് ആദ്യം മഞ്ജുഷ മനസ്സിലാക്കി. കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് വേണ്ടി അല്ല ഇന്ത്യ സഖ്യത്തിൽ അടി നടക്കുന്നത്. അവിടെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ളതാണ്. അതാണല്ലോ മമത പറഞ്ഞ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന്. ഉടനെ പിന്തുണയുമായി ഇറങ്ങി വന്നത് ആരൊക്കെയാണ്? ശരത് പവാർ, ലാലു പ്രസാദ് യാദവ്, അഖിലേഷ് യാദവ്, ഉദ്ധവ് താക്കറെ, ഒരുമാതിരിപ്പെട്ട എനിക്ക് തോന്നുന്ന നാഷണൽ കോൺഫറൻസ് ഒക്കെ അത്തരം കാര്യം പറഞ്ഞില്ല. പിന്നെ DMKയുടെ പിന്തുണ കോൺഗ്രസിന് കിട്ടി. മമത ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയൊന്നുമല്ല, തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ സഖ്യത്തെ ഭരിക്കുവാൻ അല്ലെങ്കിൽ നേതൃസ്ഥാനത്തിരിക്കുവാൻ യോഗ്യർ എന്ന് DMK പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ബാക്കി ഒട്ടുമിക്ക പാർട്ടികളും കോൺഗ്രസിന് എതിരാണിപ്പോൾ. അതിലൊരു കാര്യം കൂടിയുണ്ട് ശ്രീ അനിൽ ബോസ്, അതിനും കൂടി മറുപടി പറഞ്ഞോളൂ. ശ്രീ മോഹൻ വർഗീസ് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. ഫ്ലോർ മാനേജ്മെന്റിലുള്ള കോൺഗ്രസിന്റെ പരാജയം, പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഞെളിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ MP-മാരാണ്, മറ്റുള്ളവർ ബാക്കിലാണ്.
അല്ല, ഒരു കാര്യം, ഞാൻ ഈ മോഹൻ വർഗീസിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പറയട്ടെ. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പറയട്ടെ. BJP-ക്കെതിരായ പോരാട്ടത്തിൽ, NDA-ക്കെതിരായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി എടുക്കുന്നത് പോലെ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടെടുക്കുന്ന ഒരു നേതാവിൻ്റെ പേരൊന്ന് പറഞ്ഞാൽ നിങ്ങൾ. BJP-യുമായി സഖ്യമുണ്ടാക്കാതെ തുറന്ന പോരാട്ടത്തിന് സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ, പാർലമെന്റിൽ നിന്ന് നിയമവിരുദ്ധമായി അയോഗ്യരാക്കപ്പെടുമ്പോൾ, നാട് മുഴുവൻ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു കടുകിട പതറി പിന്നോട്ട് പോയിട്ടുണ്ടോ രാഹുൽ ഗാന്ധി? കോൺഗ്രസ് പോയിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്ക് സുവ്യക്തമായ നിലപാടാണെന്നേ. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരു പോരാട്ടത്തിൽ കോംപ്രമൈസ് ഇല്ല. ഇനി ഏതെങ്കിലും ഞങ്ങളുടെ സഖ്യകക്ഷികൾക്ക് അങ്ങനെ സെറ്റിൽ ചെയ്യണോ? നിങ്ങളായിക്കോ. വേറിട്ട പ്രത്യയശാസ്ത്രമായി നിൽക്കുന്ന ആളുകൾ പൊതു താല്പര്യത്തിന്റെ പേരിൽ ഒരു ഫ്ലോറിലെത്തി. ആ ഫ്ലോറിന്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നു. ആ തെരഞ്ഞെടുപ്പിൽ നിന്നു നമ്മൾ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോകുന്നു. ഇനി നിങ്ങൾക്ക് വ്യത്യസ്തമായ വീക്ഷണമുണ്ടോ? കോൺഗ്രസിനേക്കാൾ വലിയ പോരാട്ടം BJP-ക്കെതിരെ നടത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മമതയെങ്കിൽ, അല്ലെങ്കിൽ മറ്റു നേതാക്കളെങ്കിൽ അവർ പോരാട്ടം നടത്തിക്കോട്ടെ. ഞങ്ങൾക്ക് അതിന് തർക്കമില്ലല്ലോ അവരുമായിട്ട്. ഞങ്ങൾക്ക് തർക്കമില്ലാന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്പേസ് ഞങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? 102 പാർലമെന്റ് അംഗങ്ങളുള്ള കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ പോയി ഒരു പാർലമെന്റ് അംഗമുള്ള ഒരു ആളുടെ പുറകിൽ പോയി ഇരിക്കാൻ പറ്റുമോ? അപ്പം ഞങ്ങളുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ടും വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടും മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അതിന് ഈ ഒരു തെരഞ്ഞെടുപ്പിലല്ല 9 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ ഒരു അസ്തിത്വമുണ്ട്. ആ അസ്തിത്വവും അഭിമാനവും അന്തസ്സും നിലനിർത്തിക്കൊണ്ടല്ലാതെ ഒരു കോംപ്രമൈസിന് ഞങ്ങളില്ല. എന്നാൽ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്ന മേഖലകളിൽ പരസ്പരം അംഗീകരിച്ചും വിട്ടുവീഴ്ച ചെയ്തുമാണല്ലോ മുന്നണിക്ക് ഇങ്ങനൊരു രൂപം ഉണ്ടായത്. ഒരിക്കലും യോജിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ യോജിച്ചാണല്ലോ നിന്നത്. തർക്കമുണ്ടാകുക സ്വാഭാവികം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങൾ, വേറിട്ട പ്രാദേശിക പ്രവർത്തന ശൈലിയുള്ള പാർട്ടികൾ യോജിക്കുമ്പോൾ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉണ്ടാവും. അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ അവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ് എന്ന് പറയുന്ന കീഴ്വഴക്കം കോൺഗ്രസ് പാർട്ടിക്കില്ല. പക്ഷേ അതേസമയം കോൺഗ്രസിന്റെ പാരമ്പര്യം കോൺഗ്രസ് തയ്യാറുമല്ല. അത് ഹരിയാനയിലും സംഭവിച്ചു. ഹരിയാനയിലും ആ ഒരു ആത്മവിശ്വാസമായിരുന്നുവല്ലോ കോൺഗ്രസ് ഉണ്ടായിരുന്നത്. തകർന്ന് തരിപ്പണമാവുകയാണ് ഉണ്ടായത്. മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത്? മഹാരാഷ്ട്രയിലും വലിയ വിജയം നേടുമെന്ന് മഹാവികാസ് അഘാഡി വഴി കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അവിടെയും തകർന്നുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അഹങ്കാരം കാണിക്കുമ്പോൾ അവിടെ സഖ്യകക്ഷികൾ എതിർപ്പുമായി രംഗത്തെത്തും. അതിൽ സംശയമില്ല. അതിലൊന്നാമത്തേത് മമത വന്നു, ബാക്കിയുള്ളവർ പുറകെ വന്നു എന്ന് മാത്രമേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഫ്ലോർ മാനേജ്മെന്റിൽ പോലും കോൺഗ്രസ് ഈ പിടിവാശി കാണിക്കുകയായിരുന്നു. മഞ്ജുഷേ, ഒരു തെരഞ്ഞെടുപ്പിന്റെ വിഷയം നമ്മൾ മുന്നണി രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ മുന്നണി രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അവിടുത്തെ വോട്ടിംഗ് പോളിംഗിലടക്കം വന്നിട്ടുള്ള വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ആക്ഷേപമുണ്ട്. ഇന്നത്തെ സംവിധാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നില്ല. അവർ പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ടൂളായിട്ടാണ്. കോടതികളെ പോലും നോക്കിക്കുത്തിയാക്കിക്കൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു മൊബൈൽ 100% ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാതെ ഒരു ദിവസം വെച്ചുകൊണ്ടിരുന്നാൽ ചാർജ് കുറയുമോ ഇല്ലയോ? ചാർജ് കുറയുമോ ഇല്ലയോ? സ്വാഭാവികമായി ഒരു വോട്ടിംഗ് യന്ത്രം ഫുൾ ചാർജിൽ പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞാൽ വോട്ടെണ്ണുന്ന ദിവസം വരെ ചാർജ് കുറയാതിരിക്കുമോ കുറയുമോ? നിങ്ങൾ ആലോചിക്കുക. ഞങ്ങൾക്ക് ടെക്നിക്കലായി അതിൻ്റെ അകത്ത് ഞങ്ങൾ റേസ് ചെയ്തിട്ടുള്ള വിഷയമുണ്ടെന്നേ. ഞങ്ങൾക്ക് ഗവൺമെന്റ് ഞങ്ങളുടെ കയ്യിലല്ലാത്തത് കൊണ്ടും സംഘപരിവാർ കൺട്രോളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് അവർ പറയുന്നത് ശരിയാണ് എന്ന നരേറ്റീവ് സൃഷ്ടിക്കാൻ മഞ്ജുഷ ശ്രമിച്ചാലും തോൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങളിൽ ആ ഒരു പരാതി ശ്രീ അനിൽ ബോസ് കോൺഗ്രസിനില്ല. അത് മാത്രമല്ല, ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണല്ലോ അവിടെ മഹാരാഷ്ട്രയിൽ സത്യപ്രതിജ്ഞയിൽ നിന്ന് വിട്ടുനിന്നത് മഹാവികാസ് അഘാഡിയുടെ MLA-മാർ. അവിടെയും നിങ്ങളുടെ സഖ്യകക്ഷിയിൽപ്പെട്ട സമാജ്വാദി പാർട്ടിയുടെ അംഗങ്ങൾ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും തർക്കമുണ്ട്. EVM-ന്റെ കാര്യത്തിലും ഇന്ത്യ സഖ്യത്തിൽ തർക്കമുണ്ട്. കോൺഗ്രസിന്റെ അഭിപ്രായമല്ല എല്ലാ പാർട്ടികൾക്കും. ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുത്തിയിട്ട് ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് ജനങ്ങൾ കേൾക്കാനുള്ള അവസരം നിങ്ങൾ തരണം. ഒരു ജനാധിപത്യ മര്യാദയാണ്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിൽ 1000-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസമാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നാണോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്. എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം? ഒരു ബൂത്തിൽ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരു ബൂത്തിൽ ആകെ 1000 വോട്ട്, 800 വോട്ടാണ് പോൾ ചെയ്തതെന്ന് വൈകുന്നേരം പോളിംഗ് ഏജന്റുമാർ കണക്ക് കൊടുക്കുന്നു. എണ്ണുമ്പോൾ 950 വോട്ട് വന്നാൽ അതിൽ തർക്കം ഉണ്ടാകണ്ടേ? തർക്കം പറയണ്ടേ? ഞങ്ങൾ മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിനേക്കാൾ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ വ്യതിയാനം പറയുന്നു.
അത് വ്യക്തമായ തെളിവ് സഹിതം പരാതിയായി ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ എത്തിക്കുന്നു. അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ അത് ചർച്ച ചെയ്യാൻ, അതിന്റെ ജനാധിപത്യ വിരുദ്ധ ചർച്ച ചെയ്യണ്ടേ? ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 1000 വോട്ടുള്ള സ്ഥലത്ത് 800 വോട്ട് പോൾ ചെയ്യുന്നു, ഞങ്ങൾ തോക്കട്ടെന്നേ. 800 വോട്ട് തന്നെയാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ തോക്കട്ടെ, ഞങ്ങൾ ആ തോൽവി അംഗീകരിക്കും. മനസ്സിലായില്ലേ? മറിച്ച് 800 വോട്ട് പോൾ ചെയ്യുന്നു, കണക്കെടുത്ത് ഇറങ്ങി തിരിച്ച് കഴിയുമ്പോൾ വോട്ടെണ്ണാൻ വരുമ്പോൾ അവിടെ 950 വോട്ടുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ മാനിപ്പുലേഷൻ ഉണ്ടെന്ന് ഞങ്ങൾ പറയില്ലേ? ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി ഹർജി കൊടുത്തിട്ടുണ്ടല്ലേ? അതോ ഹർജി ഫയൽ ചെയ്യുന്നു പറഞ്ഞിരുന്നു? അല്ല, സുപ്രീം ഹർജി ഫയൽ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ നടത്തുന്ന പോരാട്ടം ഇന്ന് മാത്രമല്ല. ശരിയാണ്. മഞ്ജുഷ, ഇന്നല്ലെന്നേ ഞങ്ങൾ പോരാട്ടം തുടങ്ങിയത്. ആദ്യത്തെ ഞങ്ങളുടെ പെറ്റീഷൻ ഒറ്റ സെക്കൻഡ് നിങ്ങൾ ചുമ്മാ ചോദിച്ചിട്ട് വേണ്ട. എനിക്കിനി സമയം തന്നില്ലല്ലോ, എനിക്ക് കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സമയം കൊടുത്തു. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തോൽവി ഉണ്ടായി. കാരണം ആം ആദ്മിയും കോൺഗ്രസും മത്സരിച്ച് തോൽവി ഉണ്ടായ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയില്ലല്ലോ. പക്ഷെ അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് കിട്ടുമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന കൃത്രിമം നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് അന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സുപ്രീം കോടതിയിൽ പോയതാണ്. രാജസ്ഥാനിൽ നിന്നുള്ള വനിതാ കോൺഗ്രസ് നേതാവ് പോയതാണ്. പാർട്ടി ഔദ്യോഗികമായി ചുമതലപ്പെടുത്തി നിരവധി ആളുകളുടെ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. സുപ്രീം കോടതി ഇലക്ഷൻ ചട്ടം റിഫോം ചെയ്യുന്നതിന്റെ ഭാഗമായി നടക്കുന്ന കേസുകളുടെ വ്യവഹാരം തുടരുന്നു എന്നുള്ളത് കൊണ്ട്, അത് തീർപ്പ് കൽപ്പിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ആക്ഷേപം ശരിയല്ലാതാകുന്നില്ല. കോടതിയാണ്. കോടതിയെ ശാസിക്കാനോ നിയന്ത്രിക്കാനോ കോൺഗ്രസ് പാർട്ടിക്കല്ല അധികാരം, മനസ്സിലായിക്കോണം. പക്ഷെ ഇതേ കോടതി തന്നെ ചോദിച്ചതാണ് എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിനകത്തൊരു തീരുമാനമായിട്ടില്ല. പക്ഷേ എതിർപ്പുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിന്. അത് എതിർപ്പ് നിങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, മഞ്ജുഷ, അല്ല, ഒറ്റ സെക്കൻഡ്. ഞങ്ങൾ 100 സീറ്റിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 50 മുതൽ 1000 വരെയുള്ള വോട്ടുകൾക്ക് പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനടുത്ത് പോയി പറഞ്ഞത് ഇലക്ട്രോണിക് മിഷനെ കുറിച്ചുള്ള ആക്ഷേപമല്ല. ഞങ്ങൾ അവിടെ പറഞ്ഞത് വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ കണക്ക് കാണിക്കുന്നു, ആ വോട്ട് എങ്ങനെ വന്നു എന്നതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ആക്ഷേപം. മഹാരാഷ്ട്രയിൽ ഞങ്ങളുടെ ആക്ഷേപം സമാനമാണ്. എന്നാൽ ഹരിയാനയിൽ അതല്ല ഞങ്ങളുടെ ആക്ഷേപം. ഹരിയാനയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപയോഗിച്ച വോട്ടിംഗ് മിഷനെ സംബന്ധിച്ച് വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഈ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ എന്നുള്ള കാര്യത്തിൽ അതിൽ തപാൽ വോട്ടുകളാണ് എന്നുള്ള വിശദീകരണം വന്നിരുന്നു അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. അതിനുശേഷം നിങ്ങൾ അതിന് മറുപടി നൽകിയിട്ടില്ല. പിന്നെയുള്ളത് ചാർജിന്റെ കാര്യമാണ്. അതിപ്പോഴും നിങ്ങൾ ഉന്നയിക്കുന്നത് ശരി, കോടതി പരിഗണിക്കട്ടെ. ഇതുവരെ കോടതി പരിഗണിച്ച എല്ലാ കേസുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എതിരായിട്ടുള്ള ഒരു വിധി വന്നിട്ടില്ല. അത് കൃത്യമായിട്ട് മാനിപ്പുലേഷൻ തെളിയിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇല്ല, നമ്മൾ ചർച്ചാ വിഷയം EVM അല്ലല്ലോ. നമ്മുടെ ചർച്ചാ വിഷയം ഇന്ത്യ മുന്നണിയിൽ മുന്നണി രൂപപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. താങ്കളിലേക്ക് വരാം. ശ്രീ, അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറയുമ്പോൾ അല്ല, ഒറ്റ വരി അനുവദിക്കുമോ? പറഞ്ഞോളൂ. ഞാൻ പറയുന്നത്, ഹരിയാനയിൽ ഞങ്ങൾ റേസ് ചെയ്യുന്ന വിഷയം 13 നിയമസഭാ മണ്ഡലത്തിലെ മിഷനുമായി ബന്ധപ്പെട്ട തർക്കമാണ്. മഹാരാഷ്ട്രയിൽ അതല്ല. ഇന്ത്യൻ പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിൽ അതല്ല. അവിടെ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ തർക്കം. നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ തെളിയിക്കണം. ഞങ്ങളാണോ തെളിയിക്കേണ്ടത്? ഞങ്ങൾ 11 വർഷമായി ഇന്ത്യയിൽ പ്രതിപക്ഷത്താണ്. കേരളത്തിൽ ഞങ്ങൾ 8 വർഷമായി പ്രതിപക്ഷത്താണ്. ഞങ്ങളാണോ ഈ രാജ്യത്ത് ഭരണം നിയന്ത്രിക്കുന്നത്? ഞങ്ങളാണോ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന പരാതിയിൽ നടപടിയെടുക്കേണ്ടത്? ഞങ്ങൾ പരാതിക്കാരാണ്. കോടതി പരിഗണിക്കട്ടെ. ഞങ്ങൾ പരാതി